വിഷ്വൽ ഇല്ലാതെ ശബ്ദരേഖ കേൾക്കും മുഴുവൻ സിനിമയുടെ. അങ്ങനെ ഒരു പരിപാടി ഉണ്ടായിരുന്നു. കിങ് എന്ന് പറയുന്ന സിനിമയൊക്കെ ഞാൻ സിനിമ മണിച്ചിത്രമാണ് ഞാൻ അങ്ങനെ ഏറ്റവും കൂടുതൽ കേട്ടിട്ടുള്ളത്. നമ്മൾ തമ്മിൽ അമേരിക്കയിൽ സണ്ണി അമ്പട കേമാ ആ സമയം നമ്മളിക്കാണ് ശബ്ദരേഖയൊക്കെ ഇറങ്ങി തുടങ്ങിയത്. അതിനു മുന്നേ പാട്ടുകൾ കേൾക്കുക എന്നുള്ളതായിരുന്നു. അന്ന് ഈ കിങ് എന്ന് പറഞ്ഞ സിനിമയൊക്കെ വരുമ്പോൾ നമ്മൾ ഇതിങ്ങനെ ഇട്ടിട്ട് വീണ്ടും നമുക്ക് വിഷ്വൽ ഇല്ലല്ലോ. അക്ഷരങ്ങൾ അച്ചടിച്ചു കൂട്ടിയ പുസ്തകത്താളിൽ നിന്നും നീ പഠിച്ച ഇന്ത്യ അല്ല അനുഭവങ്ങളുടെ ഇന്ത്യ. ഇങ്ങനെ ബാക്ക് ടു ബാക്ക് ഡയലോഗാണ്. അതിന് ശേഷമാണ് നമ്മൾ സിനിമ കാണുന്നത്. എനിക്ക് കാരണം അന്ന് നമുക്ക് പെട്ടെന്ന് സിനിമ കാണാനുള്ള ഓപ്ഷൻ ഇല്ലല്ലോ. സിനിമ കണ്ടിട്ട് ആണ് നമ്മളവിടേക്കൊക്കെ ശബ്ദരേഖകളൊക്കെ എത്തിയിരുന്നത്. കാരണം ഞാൻ പൊന്നാനിയിലായതുകൊണ്ടും കിങ് ഒക്കെ റിലീസിന് തന്നെ റിലീസ് കിട്ടിയ സിനിമകളാണ്. അന്ന് വൈഡ് ആയിട്ട് റിലീസ് ചെയ്ത പടമാണ് കിങ് ഒക്കെ. അപ്പൊ ഈ ബി ക്ലാസ് തിയേറ്ററുകളിലും സി ക്ലാസ് തിയേറ്ററുകളിലൊക്കെ ബി ക്ലാസ് തിയേറ്ററുകളിലും റിലീസ് ആകുമ്പോഴാണ് അനുവദിക്കുമ്പോഴാണ് നമ്മുടെ അവിടെയും റിലീസ് ആവുന്നത്. അപ്പൊ റിലീസ് സമയത്ത് തന്നെ കിട്ടും. അല്ലെങ്കിൽ പിന്നെ തൃശ്ശൂർ ഒരു റിലീസ് ഉണ്ടാവുക, പിന്നെ അത് കഴിഞ്ഞാൽ തിരൂർ ഒരു റിലീസ്, കോഴിക്കോട് ഒരു റിലീസ്, പിന്നെ പൊന്നാനിയൊക്കെ സെക്കൻഡ് അടുത്ത ചേഞ്ച് വരും. അപ്പൊ കിങ് ഒക്കെ പക്ഷെ അന്ന് തന്നെ ഭയങ്കര ഹിറ്റായിട്ട് അന്ന് അക്ബർ ട്രാവൽസ്, ബെൻസി ട്രാവൽസ് എന്ന് പറഞ്ഞിട്ടൊരു പടങ്ങളൊക്കെ ചെയ്യുന്നു. അക്ബർ ട്രാവൽസ് അവരുടെ വീട്ടുകാർക്ക് കാണാൻ വേണ്ടിയിട്ട് മാത്രം ഷോ വെച്ചിട്ടുണ്ട് അന്ന് വസന്ത തിയേറ്ററിൽ. അങ്ങനെയൊക്കെ നമ്മൾ കര ന്യൂസ് കേട്ടിട്ടുണ്ട്.